ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്ബോ ഗെയിമർ. മറ്റൊരു കിടക്കച്ചോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദി വീഡിയോ. ലെറ്റ്സ് ജംപ് ഇൻ ദ വീഡിയോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് നേണ്ട നമ്മൾ കുറച്ച് ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് അത് ഉടനെ മാറ്റണം. പിന്നെ നമ്മൾ വേണ്ട അകത്ത് കുറച്ച് ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ചൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു ഗൈസ്. ഓക്കെ, നമ്മുടെ കടയിലെ കുറച്ച് സാധനങ്ങൾ എക്സ്പെൻഡ് ചെയ്തു. നമ്മൾ വേണ്ട ഈ സാധനം കണ്ടോ, ഇത് നമ്മൾ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമ്മൾ മണ്ടത്തരം കാണിച്ച് അത് പിന്നെ ഞാൻ സെല്ല് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. നമുക്ക് 2 ഷെൽഫൊക്കെ വാങ്ങിച്ചിവിടെ വെക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ടോട്ടൽ $308 ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എന്തോ ഇരിക്കുന്നത്, എന്തുവാ? ഇത് വാട്ടർ വെള്ളം. ഓക്കെ ഓക്കെ, അതാ വിട്ടിരുന്നു കേട്ടോ. അത് ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സ്ഥലമില്ല കണ്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. മുട്ട വേണം കേട്ടോ, ഒരു മുട്ട വാങ്ങിക്കാം. ഒരു ടീ ബ്ലാക്ക് വാങ്ങിക്കാം. കോഫിയുടെ ഒരു ഇത് വാങ്ങിക്കാം. പിന്നെ നമ്മുടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിനി ബ്രെഡ് വേണം, കുറച്ച് സിറിയൽ വേണം, ഓയിൽ വേണം. ഓക്കെ, നമുക്ക് 2 ബ്രെഡ് വാങ്ങിക്കാം അല്ലേ. ഓക്കെ, 2 ബ്രെഡ്, 2 ഫ്ലോർ ഇരിക്കട്ടെ, 2 സിറിയലും ഇരിക്കട്ടെ. $269 ഒരു ഇതുകൂടെ ഇരിക്കട്ടെ. ഏതാ ഓയിൽ. പാസ്ത നമ്മൾ വാങ്ങിച്ചായിരുന്നോ? ഒരു 2 പാസ്തയും കൂടെ ഇരുന്നോട്ടോ. ഓക്കെ, ഇപ്പം ടോട്ടൽ 300. അത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പാസ്ത കുറയ്ക്കാം. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അത് എടുത്ത് നമ്മുടെ ഇതിനകത്തോട്ട് വെക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ ബ്ലാക്ക് കോഫിയുടെ ആ ഒരു സാധനം കൂടെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം ഇവിടെ ഒരെണ്ണം കൂടെ കിടക്കുന്നത്. ഇതെന്തുവാ? ഇത് നമ്മുടെ ഓയിൽ ഞാൻ കണ്ടില്ല. ഓക്കെ, നമ്മുടെ ഓയിലും കൂടെ വേണ്ട ഇവിടെ അങ്ങോട്ട് വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് കൂടിയോ കുറയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. നമുക്ക് അത് നോക്കട്ടെ. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കട്ടെ. $8 മാർക്കറ്റ് പ്രൈസ്. നമുക്കൊരു $9.50 വയ്ക്കാം. ഓക്കെ, സെറ്റ്. അത് വെച്ചു. പിന്നെ ബ്രെഡിനൊക്കെ എന്തുവാ വില? ബ്രെഡിന് മാർക്കറ്റ് പ്രൈസ് 4. അത് പഴയത് കൂട്ട് തന്നെ. ഓക്കെ, സീനില്ല. നമ്മൾ പാലിൻ്റെ വില കുറച്ച് കേട്ടോ. മാർക്കറ്റ് പ്രൈസ് ഓക്കെ, ഇത് നമ്മൾ $13 വെച്ചു. ഇതിന് മാർക്കറ്റ് പ്രൈസ് 3. ഓക്കെ, ഇത് 5 തന്നെ ഇരിക്കണം, അല്ലേ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല അതിൽ നിന്ന്. ഓയിൽ മാർക്കറ്റ് പ്രൈസ് 5.40. നമുക്ക് $6 ഇരിക്കട്ടെ. $6 ഓക്കെ, പിന്നെ മുട്ടയുടെ പ്രൈസ് കൂടിയെന്നങ്ങാണ്ട കാണിക്കുന്നത് കേട്ടോ. മാർക്കറ്റ് പ്രൈസ് 4.10. നമുക്കൊരു $4.99 വയ്ക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ കട അങ്ങോട്ട് തുറക്കാം. ഓക്കെ, ഇനി ആൾക്കാർ വല്ലതും വരട്ടെ. ഇനി ആ പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് ഒരു ഇത് വാങ്ങിക്കാൻ. ഒരു ഷെൽഫ് വാങ്ങിച്ച് ഇവിടെ വെക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഒരു ഫ്രീസറും വാങ്ങിക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ ലെവൽ 2 3 എങ്ങാണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ലെവൽ 7 ആയി. ഞാൻ കുറച്ചൊക്കെ ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലെവൽ 7 കിട്ടിയതാണ്. ഒരു ചേച്ചി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പേര് മാറ്റണം. അതെങ്ങനെ പേര് മാറ്റുന്നേ? എനിക്ക് കമ്പ്യൂട്ടറിലാന്ന് തോന്നുന്നു ചിലപ്പോൾ കേട്ടോ. മാനേജ്മെൻ്റ് ആണോ? ഇനി മാനേജ്മെൻറ്റ് അല്ലേ? പേര് ചേഞ്ച്. ഇതല്ല. എടാ, ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. നമ്മുടെ എൻട്രൻസ് ഒക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റോർ നെയിം അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ $250 വേണം. അത് നമുക്ക് എന്നാൽ പിന്നെ ചേഞ്ച് ചെയ്യാം ഗീസ്. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം ഇവിടെ ചേച്ചി വന്നിട്ടുണ്ട്. ബ്രെഡും കോഫിയുടെ എന്തോ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, കാർഡാ. ഓക്കെ, $23.50. ഓക്കെ, $23.50. ഓക്കെ കേട്ടോ, എല്ലാവരെയും വിളിച്ചോണ്ട് പറഞ്ഞേ ഇനി. ഓക്കെ, 2 ഫ്ലോർ. എടാ, ഇവർക്ക് എന്തോ ഇത് ദോശ ഉണ്ടാക്കാനാണോ ഈ മാവെല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് പോകണേ? പറയാനാന്ന് പറ. ചേഞ്ച് $5. ഓക്കെ കേട്ടോ. പാസ്ത ഫൈൻ ചെയ്യാൻ പറ്റിയില്ല. പാസ്ത നമ്മൾ വാങ്ങിക്കായിരുന്നു കേട്ടോ, നമ്മുടെ ഈ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, $24.48. ഇപ്പോൾ $67 ആയി കേട്ടോ മൊത്തത്തിൽ. കണ്ടൊക്കെ. അടുത്ത് വേണ്ട ഒരു ഫ്രീക്കൻ വരുന്നു. ബനിയനൊക്കെ ഇട്ടൊരു ഫ്രീക്കൻ. ഫ്ലോർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നീ വാങ്ങിക്കണ്ട, ഞാൻ കറക്റ്റ് വിലയാണ് ഫ്ലോറിന് കേട്ടോ.
അവർ വില കൂടുതലാണ് അവന് 5.40. ഓക്കെ കുടൻ ഫൈൻഡ്. വാട്ടർ ബോട്ടിൽ ഇടാൻ നമ്മുടെ ഇതില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വാട്ടർ ബോട്ടിൽ ഇടാനായിട്ട് ഇവിടെ സ്പേസ് ഇല്ല. ഓക്കെ നമുക്ക് ആ പാൽ അവർ വാങ്ങിച്ച് കഴിയുമ്പോഴേ നമുക്ക് വാട്ടർ ബോട്ടിൽ അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ $24.40. ഓക്കെ ചീസൊക്കെ ഫൈൻഡ് ചെയ്യാൻ. ചീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചീസ് വയ്ക്കാൻ ഫ്രീസർ വേണം കേട്ടോ, അതുകൊണ്ട് നമുക്ക് ചീസ് വയ്ക്കാൻ പറ്റാത്ത. ഓക്കെ മുട്ട. ഓക്കെ കാർഡ് 34.23. എടാ നമുക്കേ നമ്മുടെ ആ ബാങ്കിലെ ലോൺ അങ്ങ് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട ഓക്കെ നമ്മൾ ആ ലോൺ അങ്ങ് അടച്ചിട്ടുണ്ട്. ഇനി വല്ലതും ലോൺ അടയ്ക്കാനുണ്ടോ മാനേജ്മെൻറ്റിൽ പോയിട്ട്? ബില്ല് അതെയാണ്, എന്തോ ബില്ലൊക്കെ അടയ്ക്കാൻ കിടക്കുന്നുണ്ട്. ഓക്കെ ബില്ലൊക്കെ അടച്ചു. ഇപ്പോൾ $75 കിട്ടി. ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞെല്ലാം കൂടെ. ഓക്കെ $37.49. ഓക്കെ അതുകൂടെ കൊടുത്തു. എല്ലാവർക്കും ചീസ് വേണം കേട്ടോ. ഓക്കെ നമുക്ക് അതുടനെ ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്രീസർ അങ്ങ് വാങ്ങിച്ച് സെറ്റാക്കാം. ഓക്കെ ഇത് 21.60. ഓക്കെ വിട്ടോ. എടാ മിൽക്കിന് വില കൂടുതലാണ്. ഞാൻ മിൽക്കിന് അങ്ങനെ കറക്റ്റ് വില ആയിട്ടുള്ളത്. നിനക്ക് വേണേ വാങ്ങിച്ചാൽ മതി. പിന്നെ $30.48. ഓക്കെ പൈസ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. ഓയിൽ വാങ്ങിക്കണം. അവർക്ക് ആർക്കും മീൻ മറക്കാൻ എണ്ണയില്ലെന്ന് പറഞ്ഞ് വരുവാന്ന് തോന്നുന്നു. ഓക്കെ ഈ ചേഞ്ച് 2.41 2.25 35 ഇപ്പം എത്രയായി? 40 41. ഓക്കെ വിട്ടോ. മാവും ബ്രെഡും. ഓക്കെ നമുക്ക് പാലിൻ്റെ വില കുറയ്ക്കണം കേട്ടോ. പാലിൻ്റെ വില ഉടനെ കുറയ്ക്കണം. 4.50. ഓക്കെ നമുക്ക് ആ പാലിൻ്റെ വില കുറയ്ക്കാം. നമുക്ക് പാലിന് ഒരു 2.25. നമുക്കൊരു $3 ഇടാം. $3 ഇടാം. ഓക്കെ സെറ്റ്. നമ്മൾ കുറച്ച് വില കുറച്ചിട്ടുണ്ട്. ഓക്കെ ചേഞ്ച് ഒന്നുമില്ല ഇവിടെ. എന്തുവാ? ഓക്കെ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ നമുക്കിപ്പോൾ $313 ആയി കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്രീസർ വാങ്ങിക്കാൻ എത്ര ആവും? ഒരു ഫ്രീസർ വാങ്ങിക്കണം, ഒരു ഷെൽഫ് വാങ്ങിക്കണം. നമുക്ക് ഫ്രീസർ എന്ത് ചെയ്യും? ഫ്രീസർ ഡബിൾ ഡിസ്പ്ലേ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണോ? നമുക്ക് ഫ്രീസറിന് $400 വരും കേട്ടോ. ഫ്രീസർ സിംഗിൾ $300. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഫ്രീസർ വാങ്ങിക്കാം. അതായത് ആ വലിയ ഫ്രീസർ $400. ഓക്കെ ഇവിടെ പാല് മാത്രം മതിയോ? ഓക്കെ താങ്ക് യു. $3. ഓക്കെ അവർക്ക് അത് മാത്രം മതി. അപ്പോൾ ഇവിടെ വേണ്ട അടുത്ത കച്ചവടം വന്നിട്ടുണ്ട്. കച്ചവടമൊക്കെ നമുക്ക് നൈസിന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് പാസ്ത വാങ്ങിക്കണം. പാസ്ത ആൾക്കാർക്കൊക്കെ വേണമെന്ന് പറയുന്നു. ഓക്കെ $40 കിട്ടിയടാ. ഓക്കെ $409 ആയി. നമുക്ക് ഈ വെള്ളം കുപ്പി എടുത്ത് അതിനകത്ത് വെക്കാം. ഈ വെള്ളം കുപ്പി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെക്കാം. ഓക്കെ ഇവിടെ വെക്കും. അല്ല ഒരു കാര്യം ചെയ്യും, ഈ പാലങ്ങ് തീരട്ടെന്നാ. അല്ലേ അങ്ങ് വെച്ചേക്കാനോ? നമുക്ക് ഇവിടെ അങ്ങ് വെച്ചേക്കാം എന്നാ. ഓക്കെ വെള്ളം കുപ്പിക്ക് നമുക്ക് വെള്ളം കുപ്പിക്ക് നമുക്ക് പൈസ കിട്ടണമല്ലോ. വെള്ളം കുപ്പിക്ക് നമുക്ക് മാർക്കറ്റ് വില 2.66. അപ്പം $3.25 കിടക്കട്ടെ. ഓക്കെ നമ്മൾ ഇതേണ്ട ഇവിടെ ലൈറ്റ് ഫിക്സ് ചെയ്ത് കേട്ടോ. ഞാൻ അത് പറയാൻ പറഞ്ഞത്, നമ്മൾ 2 ലൈറ്റ് കൂടെ വാങ്ങിച്ചാലും നമുക്ക് ആ ലൈറ്റ് അങ്ങോട്ട് ഇടാം. ഓക്കെ ഇപ്പം നല്ല വെളിച്ചമായിട്ടുണ്ട്. ഓക്കെ കസ്റ്റമേഴ്സ് നമുക്ക് ബില്ലടിക്കാൻ വെയിറ്റ് ചെയ്യുന്നത്, അതുകൂടെ വാങ്ങിക്കാം. $44.5. ഓക്കെ ഇവിടെ ഓയിൽ മാത്രം മതിയോ? ചേഞ്ച്. ഓക്കെ ചേഞ്ച് കൊടുത്തു. ഓക്കെ 7.22 7.20 21 22. ഓക്കെ വിട്ടോ. അടുത്ത ആൾ പോരട്ടെ. 2 ബ്രെഡ് $10.50. $10.50. ഓക്കെ കാർഡ $5.40. ഓക്കെ സെറ്റ്.
ഓക്കെ, നമുക്കിന്ന് നല്ല ലാഭം കൊയ്യുന്നുണ്ട് കേട്ടോ. അതാണ്ട് നമുക്ക് $508 കിട്ടി. ചേഞ്ച് 50.45. ഓക്കെ, സെറ്റ്. ഓക്കെ, ക്യാഷ്. അടുത്ത ആൾ പോരട്ടെ. നമുക്ക് മുട്ടയ്ക്കൊക്കെ നല്ല വില വേണം കേട്ടോ. മുട്ടയ്ക്കൊക്കെ ഇപ്പോൾ വില കൂടുതലാണ്. ഒരു മുട്ടയ്ക്ക് ഇപ്പോൾ 7 രൂപ എങ്ങാണ്ടാ വില. ഓക്കെ, 24 ചേഞ്ച് 25. 25.26. ഓക്കെ, നല്ല ലാഭം കഴിയുന്നുണ്ട് നമ്മൾ, നല്ല ലാഭം. ഓക്കെ കേട്ടോ. ഓക്കെ, ഇവിടെ കാർഡ് വാങ്ങിച്ച്. ഷുഗറൊക്കെ തീർന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, $22.80. ഓക്കെ, അതും ഇങ്ങനെ വാങ്ങിച്ചു. ഓക്കെ, നമുക്കേ നമുക്ക് ഇതിങ്ങി വാങ്ങിക്കാം. നമ്മുടെ ഫ്രീസർ ഒരെണ്ണം വാങ്ങിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രീസർ 9 മണിക്ക് ശേഷം വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് കട ക്ലോസ് ചെയ്താലോ എന്നാ. എടാ, ഇതിന് പേര് വരണം കേട്ടോ. അതിന് $250 വേണമെന്ന് അവർ പറയുന്നത്. അത് നമുക്ക് നാളെ മാറ്റാം പേര്. നമുക്കിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ കട അങ്ങ് അടച്ചേക്കാം. ക്ലോസ്ഡ്. ഓക്കെ, നമുക്ക് കുറച്ച് സപ്ലൈ കോസ്റ്റ്. ഓക്കെ. ലോണിൻ്റെ ഒക്കെ കുറച്ച് പൈസയേ പോയുള്ളൂ. ഓക്കെ, ബ്രെഡിൻ്റെ വില കുറഞ്ഞു. പിന്നെ ഷുഗർ പൗഡറിൻ്റെയും വില കുറഞ്ഞു. ഓക്കെ, അതും നമുക്ക് ഉടനെ മാറ്റാം. ആദ്യം നമുക്ക് നമ്മുടെ ആ ഫ്രീസറിങ് വാങ്ങിക്കാം അല്ലേ. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മുടെ ഈ ബാക്കി $291 വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രീസറിങ് വാങ്ങിക്കാം. ഈ ഫ്രീസർ നമുക്ക് എവിടെ വെക്കും? ഇവിടെ വെക്കാനായിട്ട് ഇവിടെ വെക്കാം ഫ്രീസർ അല്ലേ. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നോട്ടെ ഫ്രീസർ. ഓക്കെ, നമുക്കിനി കുറച്ച് ചീസ് വാങ്ങിക്കണം. പ്രോഡക്ട്സ് എടുക്കുക. പാസ്ത വേണം കേട്ടോ. $291 ഉണ്ട് നമ്മുടെ. നമുക്ക് ഷുഗർ വാങ്ങിക്കണം. പിന്നെ നമുക്ക് 2 എണ്ണ. നമുക്ക് ഇന്ന് വില കുറഞ്ഞതൊന്നും വാങ്ങിക്കണ്ട. ഓക്കെ, നമുക്ക് സിറിയൽ വാങ്ങിക്കാം. ഇപ്പോൾ ടോട്ടൽ $200 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 പാല്, ഒരു കോഫി. ഓക്കെ, എല്ലാം കൂടി 282. ഓക്കെ, നമുക്കിങ്ങനെ വാങ്ങിക്കാം എല്ലാം കൂടെ. അയ്യോ, ചീസ് വാങ്ങിച്ചില്ലടാ. മണ്ടത്തരം കാണിച്ചു കേട്ടോ. ചീസ് വാങ്ങിച്ചില്ല. സീനില്ല. നമുക്ക് എന്തായാലും ഫ്രീസർ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റ്. നമുക്കിനി ഒരു ഷെൽഫ് കൂടെ വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, ഇത് വെച്ചു. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഇതെന്തുവാ? ഓയിൽ. ഓക്കെ, നമുക്ക് അതും ഇവിടെ അങ്ങ് സെറ്റാക്കി വെച്ചേക്കാം. പിന്നെ നമ്മൾ മിൽക്ക് കുറേ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നമുക്ക് മിൽക്ക് കൂടെ ഇതിനകത്ത് അങ്ങ് വെച്ചേക്കാം. ഓക്കെ, മുട്ട കുറവാണ്. മുട്ട ഇനി വാങ്ങിക്കണം കേട്ടോ. നമ്മൾ മിൽക്ക് നിറച്ച് വാങ്ങിച്ച് കൂട്ടിയടാ. സീനില്ല. ഇനിയിപ്പോൾ അവിടെ ഇരുന്നോട്ടോ. നമുക്ക് മിൽക്ക് തീരുമ്പോൾ അടുത്ത മുട്ട വാങ്ങിക്കാം. ഓക്കെ, സീനില്ല. നമുക്ക് പിന്നെ ഇത് നമ്മുടെ മറ്റേ കോഫിയുടെ എന്തോ സംഭവമാണ്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി വിലയിടാ. എന്തൊക്കെയോ വില കുറഞ്ഞായിരുന്നു കേട്ടോ. ഞാനിത് പാലിൻ്റെ വില കുറഞ്ഞോ? അത് നേരത്തെ കുറഞ്ഞേ. ഓക്കെ, നമുക്ക് ഇതിൻ്റെയൊക്കെ വില എന്തുവാ? ഇതിൻ്റെ വില മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അതൊക്കെ കറക്റ്റാണ്. പാസ്തയുടെ വില കുറഞ്ഞോ? മാർക്കറ്റ് പ്രൈസ് കൂടി. അപ്പം നമുക്ക് ഒരു $4.30 ഇടാം. ഓക്കെ, 4.38. ഓക്കെ, സെറ്റ്. നമുക്കിനി നമ്മുടെ കട അങ്ങോട്ട് തുറക്കാം. ഓക്കെ, ഓപ്പൺ ആക്കാം. നമ്മളിപ്പോൾ 2 ഇത് എണ്ണ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കാരിനി എണ്ണ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത് അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചേച്ചി നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട്. ആൾക്കാർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ. ഓക്കെ, നമുക്കിനി ഇതൊക്കെ വാങ്ങിക്കാം. ഇത് വാങ്ങിക്കുക, കാർഡ് എടുക്കുക. $38 കിട്ടി. ഓക്കെ, അയ്യോ 35 അല്ല 38. ഓക്കെ, സെറ്റ്. നമ്മൾ ഫ്ലോർ വാങ്ങിച്ചില്ല കേട്ടോ. ഫ്ലോർ തീർന്ന്. ഫ്ലോർ വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ. ഓക്കെ, ഇതെവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഫ്രീസർ പിന്നെ എന്തിനാ? എടാ, ഇതിനകത്ത് ഫ്രീസറിൽ വെക്കാൻ ബോട്ടിൽഡ് വാട്ടർ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്നതായിട്ട് വല്ല ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ പിന്നെ എന്തിനാടാ ഫ്രീസർ വാങ്ങിച്ചേ? എനിക്കറിയത്തില്ല കേട്ടോ. എടാ, അപ്പോൾ നമ്മൾ മണ്ടത്തരം കാണിച്ചോ? ഇനി ഫ്രീസർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് അറിയത്തില്ല. ഇനി എന്തുവാ? ഇത് ഫ്രീസറിൽ വെക്കാൻ പറ്റുമോ? ഇല്ല, ഇത് ഫ്രീസറിൽ വെക്കാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്യാം. ഇത് പ്ലേസ് ചെയ്തിട്ട് വേണ്ട ആൾക്കാർ ബില്ലടിക്കാൻ നിൽക്കുന്നു. ഓക്കെ, അതും കൂടെ വാങ്ങിക്കാം. നമ്മുടെ ഈ ഫ്രീസർ കൊണ്ടുള്ള ഉപയോഗം ഒന്ന് നോക്കണം. ഓക്കെ,
ചേഞ്ച് 50.72. അടുത്ത ആള് ചേഞ്ച് 60 നമുക്ക് ആൾക്കാരെ പറ്റിക്കേണ്ട കേസ്. നമ്മൾ ആൾക്കാരെ പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ കട നടത്തിയിട്ട് കാര്യമില്ല. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർക്കും കണക്കറിയത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് മണ്ടന്മാരായ അവർ എല്ലാം വാങ്ങിച്ചോണ്ടങ്ങ് പൊക്കോളൂ. നമ്മൾ കൊടുത്തു വിടുന്ന പൈസ 50 85 അല്ലേ? 50 60 70 5. ഓക്കെ, ഇനിയൊരു 10 കൂടെ. ഓക്കെ, സെറ്റ് വിട്ടോ. ഓക്കെ, ഓയിൽ വാങ്ങിച്ചു, എന്തൊക്കെയാ മുട്ടയൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. ടോട്ടല് 16.99. ഓക്കെ, സെറ്റ്. അടുത്ത പോരട്ടെ, ചോക്ക് പിക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ചോക്ക് പിക്കിന് നമ്മൾ $9 ആയിട്ടോ. അപ്പോൾ അതിന് നല്ല പൈസ നമുക്ക് കിട്ടും കേട്ടോ. ഇതിന് 2.24. ഓക്കെ, ഷുഗർ വാങ്ങിച്ചു. ചേഞ്ച് $4. 1 2 3 4. ഓക്കെ വിട്ടോ. ഇവിടെ എന്താ, ഇവിടെ വാങ്ങിച്ചിട്ട് നമുക്ക് സെറ്റ് ക്യാഷ് അല്ലേ? ഓക്കെ, ചേഞ്ച് ഒന്നുമില്ല, അത് വിട്ടോ. നമ്മൾ നല്ല ലാഭം കഴിയുന്നുണ്ട്. $214 കിട്ടും കേട്ടോ. കാർഡ് ഓക്കെ, $52 ഇപ്പം തന്നെ കിട്ടി. നമ്മൾ റിച്ചായി വരുന്നുണ്ട് പ്ലീസ്. ഓക്കെ, ഇവിടെ ഷുഗർ മാത്രം മതിയോ? വേറെ ഒന്നും വേണ്ടേ? ചേഞ്ച് $1. ഓക്കെ കേട്ടോ. ഓക്കെ, $1 സെറ്റ്. ടീ ഒക്കെ തീർന്നു, നേരത്തെ വരണം കണ്ടോ. നമ്മൾ ഏറ്റവും ഇതിനകത്ത് വിലയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിറിയലിനാണ്. സിറിയലല്ല, നമ്മുടെ ചോക്ക് പിക്കല്ലേ, അതിനെന്തോ വില കൂടുതൽ. $9 നമ്മൾ വെച്ചേക്കുന്നത്. സെറ്റ്, അത് ആൾക്കാർ വാങ്ങിച്ചാൽ നമുക്ക് സെറ്റ് ആക്കായിരുന്നു കേട്ടോ. ഓക്കെ, $16.38. 18 സെറ്റ്. ഓക്കെ, ക്യാഷ് ഓക്കെ. പാലൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പാലിനൊക്കെ ഇപ്പോൾ വില കൂടുതലാണ്. 16.38 സെറ്റ്. ഇതിന് നല്ല വിലയാണ് കേട്ടോ. ഇതിന് ഓക്കെ $26 കിട്ടി കിട്ടോ. നമുക്കേ ഇനി ആ ഷെൽഫ് വാങ്ങിക്കാം കേസ്. നമ്മുടെ ആ ഷെൽഫ് ഉണ്ടല്ലോ, അപ്പോൾ ലൈറ്റ് ഇപ്പോഴേ ഇട്ട് വെച്ചേക്കാം. ലൈറ്റായി വരുന്നുണ്ട്. മാർക്കറ്റിൽ പോയിട്ട് ഫർണിച്ചറിൽ പോയിട്ട് ഷെൽഫ് എന്ത് ചെയ്യുക? ഷെൽഫ് സ്മോൾ റാക്ക്. നമ്മുടെ ഷെൽഫ് കാണുന്നില്ലല്ലോ. ഷെൽഫ് എന്ത് ചെയ്യാടാ? മണ്ടയ്ക്ക. ഓക്കെ, നമ്മൾ ഒരു ഷെൽഫ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വരെ നമ്മുടെ റിച്ചായി വരുന്നുണ്ട് കേസ്. ഓക്കെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നമ്മൾ റിച്ചായി വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. നമുക്കിപ്പോൾ 3 ഷെൽഫായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേര് മാറ്റാം. അതിന് മുമ്പേ 9 മണിയായി. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം കേസ്. നമുക്ക് രാവിലെ ആവട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഓക്കെ, പാസ്താക്ക് വില കുറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയിട്ടേ നമുക്ക് നമ്മുടെ ലോൺ അത് പേ ചെയ്തു. പിന്നെ ഏതാ മാനേജ്മെൻറ്റിൽ പോയിട്ട് ഓക്കെ റെൻ്റൊക്കെ നമുക്ക് പേ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിലല്ല ഓക്കെ മാർക്കറ്റിൽ പോകണ്ട. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ഈ ചീസ് എടുത്ത് അതിനകത്ത് വെക്കാൻ പറ്റുമോ? പറ്റും. എടാ അതിന് വില ഇട്ടില്ലടാ ആൾക്കാർ. നൈസ്. ഓക്കെ, നമുക്ക് അതിന് വില ഇടാം. മാർക്കറ്റ് പ്രൈസ് എത്ര അതിന്? $3.1 ഇടാം. ഓക്കെ, സെറ്റ്. പിന്നെന്താ, ഇതൊക്കെ കൊണ്ട് വേസ്റ്റ് ചെയ്യണമല്ലേ? ഇതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 161 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയൊരു 38-39 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. ഓക്കെ, നമുക്ക് 200 എന്നുള്ളൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആകാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ദിവസം കാണാം ഗൈസ്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.